മലയാള സിനിമയിലെ ലഹരി ഉപയോഗം തടയാൻ മാർഗനിർദ്ദേശങ്ങളുമായി കേന്ദ്ര സർക്കാർ ഏജൻസിയായ നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ സിനിമയിൽ ലഹരി വിമുക്ത തൊഴിലിട നയം വേണമെന്നാണ് ആവശ്യം. ഇത് ലംഘിക്കുന്നവരെ 2 വർഷം വരെ സിനിമയിൽ നിന്ന് മാറ്റി നിർത്തണമെന്നും NCB നിർദ്ദേശിച്ചു. അഭിനേതാക്കളുടെയും ടെക്നീഷ്യന്മാരുടെയും നിർമ്മാതാക്കളുടെയും യോഗം വിളിച്ചാണ് NCB സിനിമ ലഹരി വിമുക്തമാക്കണമെന്ന് ആവശ്യപ്പെട്ടത്. താരങ്ങളും സംവിധായകരുമടക്കം ലഹരി കേസുകളിൽ പിടിയിലായതോടെയാണ് മലയാള സിനിമയെ ലഹരി വിമുക്തമാക്കാനുള്ള നടപടികളിലേക്ക് കേന്ദ്ര സർക്കാർ ഏജൻസി കടന്നത്. കാക്കനാട് കേന്ദ്രീയ ഭവനിലെ NCB ഓഫീസിലേക്ക് സിനിമാ സംഘടനാ പ്രവർത്തകരെ വിളിപ്പിച്ചാണ് കടുത്ത നടപടികൾ വേണമെന്ന് NCB ആവശ്യപ്പെട്ടത്. ലഹരി വിമുക്ത തൊഴിലിട നയമാണ് പ്രധാനം. ഇതിന് 19 നിർദ്ദേശങ്ങളാണ് നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ മുന്നോട്ട് വച്ചിരിക്കുന്നത്. ലഹരി ഉപയോഗം തടയാൻ സിനിമാ പ്രവർത്തകർക്കിടയിൽ നല്ല ബോധവൽക്കരണം വേണം. ലഹരിക്കടിമകളായവരെ ഇതിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ട നടപടികൾ എടുക്കണം. വ്യക്തിവിവരങ്ങൾ പുറത്തുപോകാതെയാകണം ഇത് നടപ്പാക്കേണ്ടതെന്നും NCB നിർദ്ദേശിക്കുന്നു. ലഹരി ഉപയോഗിക്കുന്നവരെ കണ്ടെത്താൻ സിനിമാ പ്രവർത്തകരെ പരിശീലിപ്പിക്കണം. മുൻനിര താരങ്ങളടക്കം റോൾ മോഡലുകളായി മാറണം. സിനിമയിലെ ലഹരി ഉപയോഗം സംബന്ധിച്ച വിവരങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ മാനസ് പോർട്ടലിൽ അറിയിക്കണമെന്നും NCBയുടെ 2 പേജുള്ള നിർദ്ദേശങ്ങളിൽ പറയുന്നു. ഓരോ സിനിമാ സെറ്റിലും നിശ്ചിത ഇടവേളകളിൽ ലഹരി പരിശോധന വേണമെന്നാണ് NCB ആവശ്യപ്പെടുന്നത്. അംഗീകൃത ലാബോറട്ടറികളുമായി സിനിമാ സംഘടനകൾ കരാറിലേർപ്പെടണമെന്നും അവർ നിർദ്ദേശിക്കുന്നു. ഇക്കാര്യങ്ങളൊക്കെ മലയാള സിനിമാ സംഘടനകൾ അംഗീകരിക്കുമോ എന്നതാണ് ഇനി അറിയാനുള്ളത്. നിലവിൽ ഫിലിം ചേംബർ മാത്രമാണ് NCB നിർദ്ദേശത്തോട് പ്രതികരിച്ചിരിക്കുന്നത്. നല്ല തീരുമാനങ്ങളാണ്. അപ്പോൾ നാർക്കോട്ടിക്സ് എന്ന അവരുടെ ആ തീരുമാനത്തെ ഞങ്ങൾ സ്വാഗതം ചെയ്യുകയും അതോടൊപ്പം തന്നെ എവിടെയെങ്കിലും ലഹരി ഉപയോഗം അവരെ അറിയിക്കുകയും ചെയ്യും. കാരണം അതിന് സംശയമൊന്നും വേണ്ട. തുടർ നടപടികൾ NCB തന്നെ വിശദീകരിക്കുമെന്നാണ് താരസംഘടനയുടെ നിലപാട്. നിർമ്മാതാക്കളും സാങ്കേതിക പ്രവർത്തകരും നിലപാട് വ്യക്തമാക്കിയിട്ടുമില്ല. ബിനിൽ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.